നമസ്കാരം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മാദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം. നമ്മളിപ്പോൾ ഒരു 1-2 മാസത്തേക്കുള്ള ഒരു ചാരഫലം നമ്മളൊന്ന് പറയാം എന്ന് വിചാരിച്ചതാണ്. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുദർശൻ ജ്യോത്സ്യർ, കവലിയൂർ. എല്ലാവരെയും നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കർക്കിടകക്കൂറിൻ്റെ ഫലമാണ്. ഇപ്പോൾ മേടം മുതൽ കർക്കിടകക്കൂറ് വരെ 4 രാശിയുടെ ഫലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയുന്നത് ചിങ്ങൻ രാശിയുടെ ഒരു ഫലമാണ്. ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് എന്താണ്, ഉത്തരത്തിൻ്റെ നമ്മുടെ ഉത്തരത്തിൻ്റെ ഒരു കാൽഭാഗവും പൂരവും മകവും വരുന്ന രാശിയാണ്. മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യകാലം ചേർന്നതാണ് ചിങ്ങൻ രാശി എന്ന് പറയുന്നത്. ചിങ്ങം എന്ന് പറയുമ്പോൾ ഒരു സിംഹരാശിയാണ്. അപ്പോൾ ഈ ചന്ദ്രരാശിക്കാണ് അവിടെ ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രരാശി കൊണ്ട് നമ്മൾ ചാരഫലങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ രാഹുകേതുക്കളുടെ മാറ്റങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല മറ്റു നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഫലങ്ങളെല്ലാം അങ്ങനെ പോയിക്കോട്ടെ. നമുക്കിപ്പോൾ ആ രാഹുകേതുക്കളുടെ മാറ്റം എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് അത്ര അനുകൂലമായിട്ടല്ല പൊതുവെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ചിങ്ങൻ രാശിയുടെ അധിപതിയായിരിക്കുന്ന സൂര്യൻ നമുക്ക് 4ാമത്തെ രാശിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഉടനെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് 5ലേക്ക് പോകും. 5ാം ഭാവം കഴിഞ്ഞ് പിന്നെ അത് ധനു, മകരം, കുംഭം, മീനൻ രാശിയിലേക്ക് ഇതിങ്ങനെ മേടൻ രാശി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വേണം പരമോച്ച സ്ഥാനത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ലഗ്നാധിപത്യം എടുത്തിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ഈ പോക്ക് അനുകൂലമായിട്ട് ദേഹത്തിനും സൗഷ്ഠവം, ദേഹത്തിൻ്റെ സ്വസ്ഥതയ്ക്കും കീർത്തിക്കും അതുള്ള സർവോപരി അതിൻ്റെ അഭ്യുന്നതിക്കുമൊക്കെ ശാരീരികവും മാനസികവുമായ ഗുണങ്ങളെ ആത്മകാരകനായിരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അങ്ങനെ ചില ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം. 2ാം ഭാവം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 2ാം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹം നമുക്ക് അവിടെ ബുധനാണ്. ആ ബുധനിപ്പോൾ നമുക്ക് ഈ 5ാമത്തെ രാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അവരോഹണ സ്ഥിതിയാണ് ഇപ്പോൾ ബുധന് വരുന്നത്. ഈ ശത്രുക്ഷേത്ര സ്ഥിതിയാണ്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ 2ാം ഭാവത്തിന് സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കുമെങ്കിലും അവിടെ വ്യാഴം 9ാമത്തെ രാശി നിൽക്കുന്നത് കൊണ്ടും വ്യാഴം ധനകാരകനായതുകൊണ്ടും ആ ഭാവം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ, അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ തട്ടാതെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയും ആർജവും ഒക്കെ നമുക്കവിടെ ഉണ്ടായിക്കൊള്ളും. നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ കടം മേടിച്ച് കടം തരാനെങ്കിലും ഉണ്ടാകും. അത് കൊണ്ട് നമുക്കത് മേക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇടവരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ 2ാം ഭാവാധിപതിനായിരിക്കുന്ന ബുധന് ആ അഭീഷ്ടസ്ഥാനം കൂടെ എടുത്തിരിക്കുകയാണ്. 11ാം ഭാവം കൂടെ എടുത്തിട്ടുണ്ട്. അതും കൊള്ളാം, നല്ലതാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 2ാം ഭാവം കൊണ്ട് ധനം മാത്രം ചിന്തിച്ചാൽ മതി. വാക്ക്, കുടുംബം, അങ്ങനെ തൻ്റെ ഭരണീയ സ്ഥാനങ്ങൾ അവർക്ക്. ഇപ്പോൾ ഭരണീയ സ്ഥാനങ്ങളിലൊന്നും വലിയ കുഴപ്പം ഉണ്ടാകില്ലെങ്കിലും ചില നമ്മളെ ഭരണമൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാഹചര്യമൊക്കെ നല്ലതായിരുന്നു, അവൻ്റെ വാക്കൊക്കെ വിശ്വസിക്കാൻ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നവർ തന്നെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ അല്പം മാറ്റി പറയേണ്ട സാഹചര്യങ്ങളൊക്കെ കൊണ്ട് കുടുംബത്തിലൊരു അസ്വസ്ഥതയൊക്കെ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ 2 കഴിഞ്ഞ് 3ാം ഭാവം എടുക്കുമ്പോൾ സഹോദര സഹായഭാവമാണ്. അവിടെ 3ാം ഭാവമായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതി നമുക്ക് ഇപ്പോൾ ആരോഹണ ബലവാൻ ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കൂടുതലാണ്. സഹായങ്ങൾ മറ്റു തരത്തിലാണ്. സഹോദരങ്ങളിൽ നിന്ന് മാത്രമല്ല, മറ്റ് സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങളും കുറച്ച് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒരു ധൈര്യവും ആർജവും ഒക്കെ നമുക്കുണ്ടാകാനുള്ള യോഗവും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ 10ാം ഭാവാധിപത്യം ശുക്രൻ ഇരിക്കുന്നത് കൊണ്ട് പുതിയ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് ചിലപ്പോൾ മനസ്സ് വയ്ക്കുകയോ നിലവിലുള്ള തൊഴിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും ആ പറയുന്ന രാശിക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിദേശവാസത്തെ സംബന്ധിച്ചൊക്കെ വിദേശവാസം പോകുന്നവർക്കൊക്കെ അത് ദോഷം ചെയ്യത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് ശുക്രൻ ഭാര്യാകാരകനായിരിക്കുന്നത് കൊണ്ടും വിശേഷിച്ചോടെ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശനിക്ക് ഇപ്പോൾ ആ കാരകത്വം വഹിച്ച ഗ്രഹത്തിന് കുഴപ്പമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടകശനി 7 ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വരേണ്ട സഹയോഗമൊക്കെ ഉണ്ട്. ചിലവരുടെ ദാമ്പത്യത്തിൽ ചിലപ്പോൾ ഡിവോഴ്സ് വരെ എത്താനുള്ള സാധ്യതകൾ തന്നെ കണ്ടകശനി ഫലമുള്ളവർക്ക് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വിദേശാഗമനം ചെയ്യുന്നവർക്ക് വിദേശത്ത് പോകാനും വരാനും ഒക്കെ കുറച്ച് നല്ലതാണ്. പക്ഷേ എങ്കിൽ തന്നെ അത് ചിലർ വളരെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ വിശേഷിച്ചും ധനം ഇൻവെസ്റ്റ് ചെയ്തുള്ള പല കാര്യങ്ങളും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. യാത്രയ്ക്കൊക്കെ ചില തടസ്സങ്ങൾ വരികയും ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ആ
മറ്റ് ദാമ്പത്യപരമായിരിക്കുന്ന വിഷയങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വിവാഹം തന്നെ ചിലർക്ക് മുടങ്ങേണ്ട സാധ്യതകൾ, വിവാഹം നിശ്ചയം വരെ എത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ ഇതിനകത്തുണ്ട്. കഴിയുമെങ്കിൽ ഈ വരുന്ന 1.5 വർഷം ഏജൊന്നും കൂടുതൽ മുന്നോട്ട് പോകാത്തവർക്കാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളിരിക്കുന്നത് 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം വിവാഹം നല്ലതല്ല എന്നുകൂടി നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരജനിഭ നിശാമദ്യ ജന്മാസ്തകേടാഹ എന്നുള്ളത് കൊണ്ട് വിവാഹത്തിന് വരൻ്റെ ജന്മരാശിയുടെ 7ാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ വിവാഹം നല്ലതല്ല, പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ അവിടെ ഉള്ളത് ഈ ശനിക്ക് അവിടെ ഒത്തിരി ആനുകൂല്യം നമുക്കവിടെ ഈ ശനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം എന്നുള്ളതാണ്. അത് ജാതക പരിശോധനകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അച്ഛനിൽ നിന്നുണ്ടാകുന്ന അച്ഛൻ്റെ ആൾക്കാർ മുഖാന്തരം ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ വ്യാഴം 9ാമത്തെ രാശി നിൽക്കുന്നത്. വ്യാഴൻ്റെ 9 സ്ഥിതി ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ തുടർന്നതുകൊണ്ട് വ്യാഴം 9ാം ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് ഭാഗ്യങ്ങൾക്കുള്ള ദോഷങ്ങളൊന്നും വരേണ്ട സാധ്യത 9ലെ വ്യാഴനെ കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. കണ്ടകശനിയുടെ വിഷയമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കണ്ടകശനി എന്ന് പറഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞതിന് മാറത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ചാരവശാൽ ഇപ്പോൾ 2 മാസത്തേക്കുള്ള ഫലമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ചില ഗണ്യമായ മാറ്റങ്ങൾ കുറച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ശാസ്താവിന് പിന്നെ ഈ പറയുന്ന കണക്ക് ശനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശാസ്താവിന് ഒരു 5 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശാസ്താവിന് നെയ്വിളക്ക്, നെയ്പ്പായസം മുതലായത്, എള്ളുപായസം കാര്യങ്ങൾ, ശനീശ്വര പൂജ, ശനിക്ക് അഷ്ടോത്തരനാമ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവോ ഒന്നും ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് കൂടി ഒന്ന് പോകേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ 1-2 വർഷമൊക്കെ നമുക്ക് ഭഗവാനെ പോയി കണ്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റേതായ ഗുണങ്ങളും കണ്ടുകഴിച്ചിട്ടുണ്ട് ദോഷഫലങ്ങളൊക്കെ മാറി വരും എന്ന് തന്നെയുണ്ട്. എന്തായാലും നമുക്ക് അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ ദശയേറ്റാൽ എങ്ങനെയിരിക്കും എന്നുള്ളത്. ആദ്യത്തെ ദശയാണ് ഇപ്പോൾ അവരുടെ ജാതകത്തിൽ നടക്കുന്നതെങ്കിൽ ആ ആദ്യത്തെ ദശയെ അത് രാശിയിൽ നിൽക്കുന്നു ആദ്യത്തിനെന്നുള്ളതാണ് പ്രധാനം. അവിടെ ലഗ്നാധിപത്യം കൊണ്ടുള്ള ഗുണം അവിടെ ആദ്യത്തിൻ്റെ ദശാകാലത്തിലുണ്ടാകും. ഏത് നീചാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ലഗ്നാധിപത്യം കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ അതിനകത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. പാവഗ്രഹങ്ങൾക്ക് പിന്നെ ഉള്ളത് വേറെ ഈ സൂര്യനും ചന്ദ്രനും ഓരോ രാശികൾ മാത്രമാണല്ലോ ഉള്ളത്. അവർക്ക് ഇപ്പോൾ സൂര്യൻ ഏതെങ്കിലും ഉച്ചരാശി നിൽക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ഭാവങ്ങളിൽ നിൽക്കുക, അതൊക്കെ അവർക്ക് ഗുണകരമാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ചന്ദ്രൻ്റെ ദശയും 12ാം ഭാവാധിപത്യമാണെങ്കിൽ പോലും ചന്ദ്രൻ നല്ല രാശികളിലൊക്കെ സ്ഥിതിഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ നമുക്ക് ചെറിയ ചന്ദ്രദശയാണെങ്കിലും. ചൊവ്വാദശയാണെങ്കിൽ ചൊവ്വ 9ാം ഭാവാധിപത്യവും 4ാം ഭാവാധിപത്യം കേന്ദ്രാധിപത്യവും കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്കവിടെ ഈ പറയുന്ന ഫലത്തിന് നമുക്ക് കിട്ടാവുന്നതാണ്. അത് ചൊവ്വ നല്ല ഫലങ്ങളെ തന്നെ നമുക്ക് ചൊവ്വ ദശയും ദോഷമായിട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഞാനിപ്പോൾ ഈ പറയുന്നത് ചന്ദ്രരാശി കൊണ്ട് ഒരു ഭാവം കൊണ്ട് സിദ്ധിക്കേണ്ടതാണ്. ചന്ദ്രനാണ് ബലമെന്നുണ്ടെങ്കിൽ, ലഗ്നത്തിനാണ് ബലമുണ്ടെങ്കിൽ അതിനെ പിടിച്ചു വേണം ആ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാനുള്ളത്. അടുത്ത് ചൊവ്വ കഴിച്ചു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദശാകാലവും രാഹു നിൽക്കുന്ന രാശിയും രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ സ്ഥിതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് രാഹു ദശാകാലത്തെ കൂടുതൽ പറ്റി ഫലാനുഭവങ്ങൾ പറയുന്നത്. എങ്കിലും 3, 6, 10, 11 ഭാവങ്ങളിലൊക്കെ രാഹു നിൽക്കുക. ഇടവൻ രാഹുസ്തു വൃഷഭ എന്നുള്ളത് കൊണ്ട് ഇടവൻ രാശിയിലെ രാഹുവിൻ്റെ സ്ഥിതിയൊക്കെ കൊള്ളാം, നല്ലതാണ്. അങ്ങനെ ചില മേടം മുതൽ ചിങ്ങം വരെയുള്ള കന്നിരാശി വരെയുള്ള ആൾക്കാർക്കും രാഹുദശ ഏറ്റാൽ വലിയ ദോഷം ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ധനുരാശിയിൽ വന്നാൽ ഗോദണ്ഡ രാഹു എന്നൊരു രോഗം ഇത് ഫലം പറയുന്നുണ്ട്. കന്യാസമീനാളി ഗതശ്രാഹുർ ദശാവിവാഹ്യം അഗതഞ്ച് സൗഖ്യം ദേശാധിപത്യം ധനവാഹനാബ്ദം ദശാവസാന സകലം വിനാശം ഒന്നും കൂടെ ഒരു രാഹുവിനെ പറ്റി പറയുന്നുണ്ട്. രാഹുകേതുക്കൾക്ക് അവർ തമോഗ്രഹങ്ങളായതുകൊണ്ട് അവർക്ക് സ്വന്തമായ ഒരു സഞ്ചാരപഥം കാണിക്കാത്തത് കൊണ്ട് ഒരു നിഴൽഗ്രഹങ്ങളായിട്ട് പോകുന്നത് കൊണ്ടും ആചാര്യന്മാർക്ക് ഇതിനകത്തൊക്കെ ചില ഭിന്നാഭിപ്രായങ്ങൾ ചെറുതായിട്ടുണ്ട്. എങ്കിൽ തന്നെ രാഹുർദശ നല്ല സ്ഥാനങ്ങളിൽ നിന്നാൽ അതിൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കന്യാസ മീനാളി ഗതസ് രാഹു പറഞ്ഞാൽ കന്യ മീനം വൃശ്ചികൻ രാശികളിൽ നിൽക്കുന്നതായ രാഹു നല്ല ഫലങ്ങളെ തരുമെന്നാണ്. അതിൻ്റെ ആദ്യഘട്ടങ്ങളും അവസാനം വരെ നല്ല ഫലങ്ങൾ തരാം. അവസാന ഭാഗത്ത് കുറച്ച് ദോഷാനുഭവങ്ങളും രാജകീയമായ സുഖഭോഗങ്ങൾ തന്നിട്ട് ചിലപ്പോൾ അത് ദോഷമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ ആ ദശാകാലങ്ങളായാലും ഏതെങ്കിലും ദശകളൊക്കെ നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ തരുമ്പോൾ അവർ വിചാരിക്കും അവരുടേതായ കഴിവുകളൊക്കെ കൊണ്ട് ശ്രദ്ധിച്ചതാണെന്നൊക്കെ ഉള്ള വിചാരിച്ചൊരു ഒരു അഹംഭാവമൊക്കെ ഉണ്ടായാൽ
ഈ രാഹു അവസാനം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ഫലങ്ങൾ കൂടിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലവരെല്ലാം സമ്പന്നമായൊരു സാഹചര്യം ഉണ്ടായിട്ട് വീണ്ടും അത് താഴോട്ട് പോകുന്നതൊക്കെ ദശയുടെ കളികളാണ്. പിന്നെ ആ രാഹു കഴിഞ്ഞ അടുത്ത് വ്യാഴദശ ആരംഭിച്ച വ്യാഴം 5ാം ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും ഇരിക്കുന്നു, ത്രികോണാധിപത്യവും അഷ്ടമാധിപത്യവും ഇരിക്കുന്നത് കൊണ്ട് അവിടെ ആ വ്യാഴം നമുക്ക് മധ്യമ ഫലമായിട്ട് പോകുമെന്നുള്ളതാണ്. ഈ മധ്യമാനുഭവത്തെ പൂർണ്ണമായി ഉത്തമമാക്കണമെങ്കിൽ ജാതകത്തിൽ വ്യാഴൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. ചിങ്ങൻ രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും കേസരി മഹായോഗവും അവിടെ കൂടെ ബന്ധുക്ഷേത്രമൊക്കെ ആയതുകൊണ്ട് അവിടെ നല്ല ഫലങ്ങളെ നമുക്ക് ലഭിക്കും. അടുത്ത നമുക്ക് ശനിദശ ആരംഭിച്ച് കഴിഞ്ഞ് ശനി 6ഉം 7ഉം ഭാവാധിപത്യം എടുത്തിരിക്കുന്നത് കൊണ്ട് ശനിക്ക് അവിടെ ആ സമയത്ത് വ്യാഴദശയിൽ നടക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഈ ശനിദശയിലേക്ക് മാറും. അവർക്ക് മംഗല്യഭാഗ്യങ്ങൾ ഉണ്ടാകുവാനും മറ്റ് യോഗമുണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള യോഗങ്ങൾ കിട്ടും. നല്ല അനുഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യത ആ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ശനി കഴിഞ്ഞ അടുത്ത ബുധൻ്റെ ദശാകാലം ബുധൻ 11ഉം ഈ 2ഉം ഭാവാധിപത്യം എടുത്തിരിക്കുന്നത് കൊണ്ട് ബുധൻ്റെ അനുഭവങ്ങൾ ദ്വിത്വാനുഭവങ്ങളായിരിക്കും അവിടെ നിന്നുണ്ടാവുക. 2 അനുഭവങ്ങളെയും അവിടെ കൊണ്ടുവരും. സ്ഥാനമാനങ്ങളനുസരിച്ച് ഈ ഗ്രഹങ്ങൾക്കെന്ന് പറഞ്ഞാൽ 6 വിധ ഷഡ്വിധ ബലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ഷഡ്വിധ ബലങ്ങളെ പരിശോധിച്ചു കൊണ്ടുകൊണ്ട് ഒരു ജാതകത്തിൽ ഈ ഗ്രഹം ഇന്നതാണ് ഫലം കൃത്യമായി ഇന്നത് ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഈ ഷഡ്വിധ ബലങ്ങൾ പരിശോധിക്കണമെന്നാണ്. മിക്കവാറും ഇത് പരിശോധിച്ചുകൊണ്ടല്ല ജാതകങ്ങൾ മിക്കവാറും എഴുതുന്നത്. അത് ഒരു പൊതു രീതിയിൽ കൂടെ അങ്ങനെ എഴുതി പോകണം. അതാണ് എൻ്റെ പരമ്പര. പിന്നെ ഈ ഷഡ്വിധ ബലങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് വളരെ ജ്യോതിഷത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗണിതക്രിയ വളരെ ക്ലിഷ്ടതയുള്ളതുകൊണ്ട് ആരും ആ കാര്യത്തിലോട്ട് കൂടുതലങ്ങോട്ട് കടക്കാറില്ല. അവിടെ കൂടുതലും സ്ഥാനബലം, ദിഗ്ബലം, ചേഷ്ടാബലം അങ്ങനെ ഒരുപാട് ബലങ്ങൾ ഇതിനകത്തുണ്ട്. എന്തായാലും ബുധൻ്റെ മധ്യമമായ ഫലം കേതു വന്നിരുന്നാൽ കേതു നിൽക്കുന്ന സ്ഥാനത്തും നിൽക്കുന്ന അധിപൻ്റെ സ്ഥാനവും കൂടെ പരിഗണിച്ചുകൊണ്ട് കേതു ഗുണങ്ങളോ ദോഷങ്ങളോ ചെയ്യാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ശുക്രദശാകാലവും 4ഉം ശുക്രദശ 3ഉം 10ഉം ഭാവങ്ങൾ വഹിച്ച് നിൽക്കുന്നുണ്ട്. അത് 10ാം ഭാവം കൊണ്ടുള്ള പൊതുവേ നമുക്ക് ശുക്രദശ അത്ര നന്നാകാനുള്ള സാധ്യത കുറവാണ്. വിശേഷിച്ച് ശുക്രനും ഈ ജന്മരാശിയാധിപതിയായിരിക്കുന്ന സൂര്യനും തമ്മിൽ പരസ്പര ശത്രുഗ്രഹങ്ങളും കൂടിയൊക്കെയാണ് എന്നുള്ളതുകൊണ്ട് ഇനി അതിനെ കുറച്ച് സബ്സിഡി അനുവദിക്കണമെങ്കിൽ നമ്മൾ ഈ ശുക്രൻ്റെ നല്ല സ്ഥാനങ്ങളിൽ സ്ഥിതി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രഹങ്ങളിലേക്ക് ചിന്തിക്കുമ്പോഴേ ഈ ദശാകാലങ്ങളൊക്കെ നമുക്ക് ഇന്നൊരു ഫലം നമുക്ക് തരണമെങ്കിൽ ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ തക്കതായ കാരണങ്ങളിലൂടി സ്ഥാനമാനങ്ങൾ വഹിച്ച് നിൽക്കും. ഒരുപാട് ഈ ക്രിയാവിഷയങ്ങൾ ഈ കാര്യത്തിൽ ചിന്തിച്ചിട്ട് വേണം ഒരു ദശാഫലം നമ്മളൊരാളിനെ എഴുതി വയ്ക്കുക. വളരെ ക്ലിഷ്ടതയുള്ളൊരു കാര്യമാണ്. എന്തായാലും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയോ വിളിക്കുകയൊക്കെ ചെയ്യാം. കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.